അക്രമി സംഘങ്ങൾ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർക്കും ഹോട്ടൽ ഉടമകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആരെയും ആക്രമിക്കാൻ ഇവർക്ക് മടിയില്ല. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഹോട്ടലിൽ മുറി ചോദിച്ചെത്തിയ 3 അംഗ സംഘം ഉടമയെ മർദ്ദിച്ചു. സംഭവത്തിൽ ആക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരുക്കേറ്റ ചെമ്മണ്ണാർ സ്വദേശി വാവച്ചൻ തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 മാസങ്ങൾക്ക് മുൻപ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഇറച്ചിക്കറിയിൽ കഷ്ണം കുറഞ്ഞെന്നാരോപിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഉടുമ്പൻചോല സ്വദേശികളായ 3 സംഘം ഹോട്ടലിലെത്തി മുറി ആവശ്യപ്പെട്ടത്. മുറി ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിൽ മാരക ആയുധങ്ങളുമായാണ് സംഘം വന്നത്. ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടൽ ഉടമ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ മൂക്കിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ കട അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാൻ മോളിൽ റൂം നടത്തുന്നുണ്ടായിരുന്നു. റൂമില്ലാന്ന് പറഞ്ഞപ്പോൾ ഇനി എനിക്ക് എന്നെ അറിയാവുന്നില്ല, ഇല്ല അറിയത്തില്ല, ഞാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. 6 മാസം മുന്നിട്ട് ഞങ്ങൾ റൂം എടുത്ത് അന്ന് റീപ്രൈ ചെയ്ത് ഞങ്ങൾ പറ്റിച്ചു വിട്ടതാണ്. നീ ഓർമ്മയില്ല ചോദിച്ചു, ഓർമ്മയില്ലാന്ന് ചോദിച്ചു. എന്നാൽ നിന്റെ മോനോടെ വിളിക്കടാ, നിന്റെ മോനെ നിന്നോട് തട്ടാൻ ഞങ്ങൾ വന്നതാണ്. വാക്കത്തി ചെറിയ വണ്ടി എത്തുന്നു പറഞ്ഞു. അകത്തിന്റെ ആഴയായി കൂടെ വന്നാൽ കയറി അടിച്ചു. അതിന്മേൽ 3 എല്ലുകൾ വന്നു. 3 എല്ലും 28 ചവിട്ടുകയും എന്റെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, ചെവിയുടെ മുറയിലും മുറിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് ഈ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു. അന്ന് മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കമുണ്ടാക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ ഹോട്ടലിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നതായും ജീവനക്കാർ പറയുന്നു. ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലം ഹോട്ടലിൽ എത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നാണ് ആരോപണം. സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. News 18 ഇടുക്കി.